നിങ്ങൾക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും അത് ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാനും, അതേപോലെ തന്നെ നിങ്ങളുടെ തലയിൽ താരനും ചൊറിച്ചലും പൊള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒറ്റ യൂസ് കൊണ്ട് തന്നെ ഇല്ലാതാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെമഡിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. എനിക്കൊരു 10 ദിവസത്തോളം പനിയായതുകൊണ്ട് ഹെയർ കെയർ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന സമയത്ത് എൻ്റെ തലയിൽ താരനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലും നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ഹെയർ കെയർ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടി. നമ്മുടെ കുഞ്ഞു മക്കൾക്കും ഇത് ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. അത്രയ്ക്കും എഫക്റ്റീവാണ് ഇതിൻ്റെ ഒരു റിസൾട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തുളസി. നമുക്കെല്ലാവർക്കും അറിയാം തുളസിയിൽ 90% ഓഫ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ നീര് നമ്മുടെ തലയുടെ ഓട്ടിലേക്ക് തട്ടുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഇച്ചിനെസ്സും ചൊറിച്ചിലും മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറി നമ്മുടെ സ്കാൽപ്പിനെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാനും, നമ്മുടെ തലയിൽ പേനും ഈരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനും വേണ്ടിയിട്ട് നമ്മുടെ തുളസി വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് തുളസി വേണമെങ്കിലും എടുക്കാം. ഒരു കൈപ്പിടി നിറച്ചും ഞാൻ തുളസി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് നമ്മുടെ കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളിയുടെ നീരും നമ്മുടെ തലയിലെ താരനും ചൊറിച്ചിലും നല്ലതുപോലെ ഇല്ലാതാക്കാനും മുടി നന്നായിട്ട് വളരാനും വേണ്ടിയിട്ട് കുഞ്ഞുള്ളി വളരെ നല്ലതാണ്. അപ്പോൾ കുഞ്ഞുള്ളി ഈ ഒരു ഹെയർ പാക്കിൽ നമ്മൾ ആഡ് ചെയ്യാനുള്ള കാരണം താരൻ്റെയും ചൊറിച്ചിലിൻ്റെയും ഇഷ്യൂ, മുടി കൊഴിച്ചിലിൻ്റെ ഇഷ്യൂവിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. മെയിനായിട്ട് ഒരു 5-6 അല്ലി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അവസാനമായിട്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം. തൈരും ഈ പറഞ്ഞതുപോലെ നമ്മുടെ തലയിലെ ചൊറിച്ചിലും മുടി കൊഴിച്ചിലും മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലും താരനും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൈര് ഒരു 2-3 ടേബിൾ സ്പൂണും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെ നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കരുത്. നമ്മളൊരു തുണി വെച്ച് അരിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു നീര് മാത്രമായിട്ട്, ഇതിൻ്റെ നീര് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം മാത്രം ഈ ഒരു ഹെയർ പാക്കിലോട്ട് ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു ഹെയർ പാക്ക് നെയ്തുക്കുട്ടൻ്റെ മുടിയിലാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത്. അവന് 2-3 ദിവസമായിട്ട് നല്ല ചൊറിച്ചിൽ കേട്ടോ. അപ്പം ഞാൻ ഇനി പേര് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുമ്പോഴായിരുന്നു താരൻ. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്, ലീവ് ആയതുകൊണ്ട് ഞാൻ അവന് ഈ ഒരു ഹെയർ കെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെയും മോന് ഇപ്പോൾ 5 വയസ്സാവാറായി. ഇതുവരെയും നെയ്തുവിന് മുടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹെയർ കെയറും ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യം ഈ ഒരു പ്രായത്ത് തന്നെ ഇല്ല. മുടി വളരാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് ഒരു ഹെയർ കെയറും ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ പ്രായം ആവുന്നതേ ഉള്ളൂ. അവരുടെ പ്രായത്ത് അവർക്ക് വേണ്ട മുടികൾ തീർച്ചയായിട്ടും വളരും. മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് പറയാറുണ്ട് കുട്ടികൾക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നുള്ളത്. നിങ്ങളൊന്നും ചെയ്യേണ്ട. ഹെയർ ഓയിൽ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ, അത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതും ആഴ്ചയിൽ 2 തവണ മാത്രം. അതല്ലാതെ കുട്ടികൾക്ക് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നെയ്തുവിൻ്റെ തലയിൽ ഇപ്പോൾ ചൊറിച്ചിലൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അവനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുവരെ ആയിട്ടും ഇവന് ഞാൻ ഇങ്ങനെയുള്ളൊരു ഹെയർ കെയർ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് സമയം വെക്കരുത്. വെറും 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഒരു കോട്ടൺ ബോൾ എടുക്കുക, അതിൽ ഡിപ്പ് ചെയ്യുക. ഞാൻ ഒരു തവണ ഡിപ്പ് ചെയ്ത് തന്നെ അവൻ്റെ തലയുടെ ഓട് മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോരി നമ്മൾ ഒരിക്കലും കുട്ടികളായതുകൊണ്ട് ചെയ്യാതിരിക്കുക. വളരെ കുറഞ്ഞൊരു എമൗണ്ട്, ഞാൻ ഒരു തവണ മുക്കിപ്പിഴിഞ്ഞതാണ്, പിന്നെ ഞാൻ എടുത്തിട്ടില്ല. അത്രമാത്രം മതി നമ്മുടെ കുട്ടികൾക്ക്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഷാമ്പൂ ഇട്ട് മുടി കഴുകിയെടുക്കുക കേട്ടോ. വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിൽ വെച്ചതിന് ശേഷം ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യണം. കുഞ്ഞു കുട്ടികളുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരുടെ തലയിൽ താരൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി അവനെ മൊത്തത്തിൽ അങ്ങോട്ട് കുളിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇനി ഡ്രസ്സൊക്കെ അഴിച്ച് ഞങ്ങൾ മുഴുവനായിട്ടും കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിലും താരനും ഉള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ.